ചെന്നൈയിൽ വയോധികരായ മലയാളി ഡോക്ടർ ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയ ആവടിക്ക് സമീപമുള്ള മിട്ടാമിനിപ്പേട്ടിലാണുള്ളത്. മിട്ടാമിനിപ്പേട്ടിലെ ഗാന്ധി റോഡിലുള്ള സെക്കൻഡ് സ്ട്രീറ്റിലാണ് ഈ മലയാളി ദമ്പതികൾ താമസിച്ചിരുന്നത്. ഡോക്ടർ ശിവൻ നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്നകുമാരിയുമാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. ഡോക്ടർ ശിവൻ നായർ ഒരു സിദ്ധ ഡോക്ടറായിരുന്നു. അദ്ദേഹം ചില മരുന്നുകളെല്ലാം ഇവിടെ കൊടുത്തിരുന്നു. അപ്പോൾ ഒരു മരുന്ന് വാങ്ങാൻ വന്ന സ്ത്രീയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഈ കാർ പോർച്ചിൽ കിടക്കുന്നതായി കണ്ടത്. ചോരയെ മുങ്ങിക്കുളിച്ചായിരുന്നു ഇവരും കിടന്നത്. മാരകമായ രീതിയിൽ ഇവർക്കും വെട്ടേറ്റിരുന്നു. ഈ സ്ത്രീയാണ് വിവരം അടുത്തുള്ള വീട്ടുകാരെയും ചുറ്റുമുള്ള കടക്കാരെയും എല്ലാം അറിയിച്ചത്. തുടർന്നാണ് ആവടി പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസ് പറയുന്നത് ഈ വീട്ടിൽ സ്ഥിരമായി വരാറുണ്ടെന്ന മറ്റൊരു വ്യക്തി ആയിരിക്കാം ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ്. കാരണം ഈ വീട്ടിൽ വളർത്തുനായ്ക്കൾ ഉണ്ടായിരുന്നു. വളർത്തുനായ്ക്കൾ അപരിചിതരായ വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും കുരച്ച് ബഹളം വെക്കുന്നതാണ്. പക്ഷേ ഈ വ്യക്തിയെ കണ്ടിട്ട് ഈ നായ്ക്കൾ ബഹളം വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് പലതവണ ഈ കൊലപാതകം നടത്തിയ വ്യക്തി ഇവിടെ വന്നിരിക്കാം എന്നാണ് പോലീസ് പറയുന്നത്. എപ്പോഴായി സംഭവം അറിയുന്നത്? ഞങ്ങൾ രാത്രി ഒരു 8:30 നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ അനിയന് ഒരു ബന്ധുക്കാരുടെ കടയുണ്ട് ന്യായ ഷോപ്പിൽ. ഇവിടെ ഒരു 6 മണിക്ക് 6:30 മേലെ ഒരു ലേഡി വന്നിട്ട് മരുന്ന് വാങ്ങിക്കാം. വന്ന് നോക്കുമ്പോൾ ബോഡി കിടന്ന് പേടിച്ചിട്ട് ഓടി. അവരാണ് ആദ്യം കണ്ടത്. അവർ കണ്ടിട്ട് നേരെ ഈ റോഡിൽ നേരെ കടയാണ് മലയാളി ഷൂ കടയുണ്ട്. അതിനകത്ത് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂട്ടി വന്ന് നോക്കി. പിന്നെയാണ് ഫർദർ പ്രോസസ്. മുമ്പ് ആരെങ്കിലും വന്ന് പോയതായിട്ടോ എല്ലാവരും പറഞ്ഞു? ഒരു പിടിയില്ല, ആർക്കും ഒന്നും അറിയില്ല. എന്താണ് CCTV ഇല്ല, ലൊക്കേഷനിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ ആർക്കും. ഇവിടെ ഇപ്പോൾ പ്രദേശവാസികൾ ആരെങ്കിലും കണ്ടതായിട്ട് എന്തെങ്കിലും പറഞ്ഞു? ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ആരും. പക്ഷേ ഒരു ചക്കരം പിടിച്ച് ഒരു ഫോൺ കിട്ടിയിട്ടോ ലാസ്റ്റിൽ. ഒരാൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതന്നെ, സെൽഫോണൊന്നും കിട്ടി ലാസ്റ്റിൽ. അത് വെച്ചിട്ട് ട്രേസ് ചെയ്തപ്പോൾ ചക്ക പിടിച്ചിട്ട് അവനെയാണ് പിടിച്ചേക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഒരു പ്രതിയെ ആവടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. രാജസ്ഥാൻ സ്വദേശിയായ മാഗേഷ് എന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇവിടുന്ന് കളഞ്ഞ നിലയിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. അത് പ്രതിയുടേതാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ മൊബൈൽ ഫോണിൽ നിന്നാണ് പ്രതി മാഗേഷ് ആണെന്നുള്ള വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇയാൾ ചെന്നൈയിലെ ഒരു ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനാണ്. ഇയാൾക്ക് ഈ മരിച്ച ഈ ശിവനായരെയും അതുപോലെ തന്നെ പ്രസന്നകുമാരിയും മുൻ പരിചയമുണ്ടോ എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ ആവടി പോലീസ് അന്വേഷിക്കുന്നു. എന്തായാലും ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തുകയാണ്. ഈ കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ചെന്നൈ ആവടിയിൽ നിന്നും വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.